ഹായ് ഫ്രണ്ട്സ്, മണ്ണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് ബോഗൺ വില്ലാസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ബോഗൺ വില്ല ചെയ്തതിൽ നിങ്ങൾക്കറിയായിരുന്നല്ലോ, വെരിഗേറ്റഡും കുറച്ച് നോർമൽ വെറൈറ്റീസാണ്. അപ്പോൾ അത് ഫുള്ള് നമ്മുടെ നിന്ന് സോൾഡ് ഔട്ടായി. ഇനിയിപ്പോൾ ഇതേ കുറച്ച് വൈറ്റും പിങ്ക് ഷെയ്ഡും മാത്രമേ ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലും നാളെ നമുക്കൊരു 5-6 പ്ലാന്റ് നാളെ പാക്ക് ചെയ്യാനുള്ളതാണ്. വെരിഗേറ്റഡ് നമ്മുടെ ഫുള്ള് കഴിഞ്ഞു. ഇനി പുതിയ പ്ലാന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പെടാത്ത കുറച്ച് വെറൈറ്റീസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിലേ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 5 കളറാണ് ഒറ്റൊരു കമ്പുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിത് കൊറിയർ ചെയ്യുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമില്ല, കാരണം അത്രയ്ക്കും വലിയ പ്ലാന്റാണ്. നിങ്ങൾക്കിത് ഒരു പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. വലിയ പ്ലാന്റാണ്, വലിയ പോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്ലാന്റ്സ് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരണം. അപ്പം കോൺടാക്ട് ചെയ്യാൻ കാരണം നിങ്ങൾ വരുന്ന സമയത്ത് പ്ലാന്റ് നമ്മുടെ ഉണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ 3 പോട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്കുള്ളത്. ബാലൻസ് ഉള്ളത് ഈ 3 പോട്ടാണ്. അപ്പോൾ ഇതിലത്തെ കളേഴ്സ് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. NH-നോട് അടുത്ത് തന്നെയാണ് വരുന്നത്. ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. അതുപോലെ തന്നെ ഒത്തിരി പേര് ബോഗൺ വില്ലാസിൻ്റെ കാറ്റലോഗ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്നില്ല നമ്മുടെ കളേഴ്സ് ഒരു വീഡിയോയിലത്തെ പിക്ചർ കണ്ടിട്ട് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ കുറച്ച് നാളായില്ലോ ഇട്ടിട്ട്. അപ്പോൾ പല കളേഴ്സ് ഇപ്പോൾ നമ്മുടെ ഇല്ല. ഉള്ള കളേഴ്സ് വെച്ചിട്ടൊരു എനിക്ക് തോന്നുന്നൊരു 20 വെറൈറ്റീസോളം നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ബോഗൺ വില്ലാസ് വേണമെങ്കിൽ കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ള പുതിയ വെറൈറ്റിയാണ് കേട്ടോ, സിൽവർ ബ്യൂട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ കുറച്ച് ചില്ലി വെറൈറ്റീസ് വന്നുണ്ട്. ചില്ലിയുടെ തന്നെ 2 വെറൈറ്റീസാണ് ഇതിൽ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്ലെയിം റെഡ്, അതുപോലെ തന്നെ വെരിഗേറ്റഡ് തന്നെ വരുന്ന വേറെ കുറച്ച് വെറൈറ്റീസ് ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടി ട്രെൻഡായിട്ട് വരുന്നത് ഇങ്ങനത്തെ പ്ലാന്റ്സാണ്. കാരണം നമുക്കൊരു 5 ചട്ടിയിൽ നമുക്ക് സെപ്പറേറ്റ് വയ്ക്കാവുന്നത് നമുക്ക് ഒരുമിച്ച് ഒറ്റൊരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കോസ്റ്റിൽ നമുക്ക് അത്ര ഹൈറ്റ് പോവില്ല. പിന്നെ നമുക്കിത് ഈ ഒരു സീസൺ കഴിഞ്ഞ് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്താം. അടുത്തൊരു വർഷത്തേക്ക് നമുക്കിതുപോലെ തന്നെ ബുഷിയായിട്ട് വരും. പിന്നെ അറിയില്ല, ബോഗൺ വില്ലയ്ക്ക് ഇപ്പോൾ ഫ്ലവർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് കൊടുക്കുക. നല്ല വെയിൽ വേണം കേട്ടോ, ബോഗൺ വില്ലയ്ക്ക് നല്ല വെയിൽ വേണം. നല്ല വെയിൽ തന്നെ വെക്കുക. അപ്പോൾ കൊറിയർ അയച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചോളൂ, അതിന് ശേഷം വെയിലത്ത് വെച്ചാൽ മതി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നൊരു എബോവ് 50ഓളം നമ്മൾ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് പേർക്ക് ലാസ്റ്റായിപ്പോൾ കുറച്ച് പേർക്ക് നമുക്ക് അയക്കാൻ ഡിലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യെല്ലോ കളേഴ്സൊന്നും ലാസ്റ്റ് ഇപ്പോൾ കിട്ടിയില്ല. നമ്മൾ 8 ഡെയിലി യെല്ലോസ് നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആ ഫസ്റ്റത്തെ മണിക്കൂറിൽ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ പല പേർക്കും ചിലപ്പോൾ കമൻറ്റ് ചെയ്യട്ടോ, പല പേർക്കും യെല്ലോ അങ്ങനത്തെ കളേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ മിനിയേച്ചർ എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കോസ്റ്റ്ലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 80ലാണ് കൊണ്ടുവന്നിരുന്നത്. ഈ പ്രാവശ്യം 160യുടെ എല്ലാം വന്നിരിക്കുന്നത്. അതായത് ഹൈറ്റ് പോവാത്ത മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ പോട്ടിൽ കളർ വന്നിരിക്കുന്നത് കണ്ട, നല്ല വൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു പ്ലാന്റ്, ഒരു ഫ്ലവർ ഉണ്ട്. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് വയലറ്റാണ്. വയലറ്റിൽ തന്നെ മിക്സ് ഉണ്ട്. ഇത് കുറച്ച് ഡാർക്ക് വയലറ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ റോസ് കളറുണ്ട്, പിന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ 4 വെറൈറ്റിയാണ് ഉള്ളത് കേട്ടോ. 4 അല്ല 5 വെറൈറ്റി ഉണ്ട്. കാരണം ഈ ഒരു 3 ഷെയ്ഡ് 3 കളറാണ്. ഇത് കണ്ട, ഈ ഒരു പിങ്ക്, ഈ ഒരു വയലറ്റ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് മനസ്സിലാവുണ്ടാവില്ല. എനിക്കിതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. 3 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ വൈറ്റ്, പിന്നെ ഈ ഒരു വെറൈറ്റി ഗ്രീനും
യെല്ലോയും കൂടി മിക്സാണ്. ഇതുപോലെ നല്ല ഡാർക്ക് പിങ്കിൻ്റെ ഉള്ളിൽ വൈറ്റ് ഫ്ലവറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നല്ല കോസ്റ്റുള്ള പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ നമുക്ക് ചട്ടി, വലിയ ചട്ടി 500 എബോ വരുന്നുണ്ട്. നമ്മുടെ ഉണ്ട് 350 റേറ്റുള്ള പോട്ട് നമ്മുടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. സിംഗിൾ പ്ലാന്റ് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പോയിലുള്ളത്. 5 ടൈപ്പ് ഉണ്ട്. ഒറ്റൊരു ബഡിലാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം സ്റ്റെമ്പൊക്കെ നല്ല കനുള്ള തിക്കായിട്ടുള്ള സ്റ്റെമ്പുകൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പൂനെ വെറൈറ്റി അല്ല കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ ഹോൾസെയിലുകാർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഈ ഒരു ഫ്ലവേഴ്സൊക്കെ പോയാലും നമുക്ക് അല്ലെങ്കിൽ പിടിക്കുക അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു ഫ്ലവറൊക്കെ നമ്മുടെ ഉണ്ടാവണം കളേഴ്സാണ്. അത്രയ്ക്ക് വെറൈറ്റികളൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. സോ നമുക്കത് എനിക്ക് തോന്നുന്നു ഈ പൂനെ വെറൈറ്റികളൊക്കെ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പിടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. ഫ്ലവർ പെട്ടെന്ന് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് അങ്ങനെ നമുക്ക് മെസ്സേജ് അയച്ചു, ഈ ഫ്ലവർ പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വെറൈറ്റീസ് കാരണം ഫ്ലവർ വരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ എൻ്റെ തന്നെ എക്സാമ്പിൾ കാണിക്കാറുണ്ട്. ചട്ടികളിലെ ഫ്ലവറൊക്കെ ലോഡ് ഇറക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്ലവർ പോയിരുന്നു. പക്ഷെ അതിനേക്കാളും തിക്കായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ബുഷിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു കോംബോ വരുന്നത്. റേറ്റ് വരുന്നത് 2000 ആണ്. 2000 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ പൗണ്ടത്തിയുടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് വിടണോ ഡയറക്റ്റ് നമ്മൾ എത്തിച്ച് തരണോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിടുന്നത് എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കളർ വരുന്നത് കേട്ടോ, കളർ കോംബോയിൽ. ഇതാണ് സെക്കൻഡ് വെറൈറ്റി. ഇതിലെ കണ്ട പിങ്ക് ആൻഡ് റോസ് കോംബോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലും വൈറ്റ് ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വയലറ്റ് വരുന്നുണ്ട്. ഇത് വന്നിട്ടുള്ളത് വെരിഗേറ്റഡ് ആണ്. ഇതും സിംഗിൾ പ്ലാന്റിന് നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കയ്യിൽ സിംഗിൾ പ്ലാന്റ് അവൈലബിൾ റേറ്റ് വരുന്നത് 350 ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളാണ്, അതായത് ഹൈറ്റ് പോവാത്ത ടൈപ്പാണ്. ദെൻ അതിൻ്റെ കൂടെ ലാസ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റ് യെല്ലോ ആണ്. യെല്ലോയ്ക്ക് അറിയാമല്ലോ, സിംഗിൾ പ്ലാന്റ് തന്നെ യെല്ലോ നമുക്ക് ഏറ്റവും എൻക്വയറി വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹൈബ്രിഡും നോർമൽ കളേഴ്സും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് സെക്കൻഡ് കോംബോ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ സെയിം കളേഴ്സാണ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു 3 ഡിസ്പ്ലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം തോന്നുന്നു ഈ ഒരു പ്ലാന്റ് ഒരു സൈസ് നോക്കുമ്പോൾ ഒരു 1 അടി എബോ വരുന്നുണ്ട് വിത്ത് പോട്ടെടുക്കെ വരുമ്പോൾ കേട്ടോ. അത്രയ്ക്ക് സൈസുള്ള പ്ലാന്റാണ്. പിന്നെ ഇതാണ് തേർഡ് പ്ലാന്റ്. നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട്, അത്രയ്ക്കധികം ഫ്ലവറാണ് ഉണ്ടായി നിൽക്കുന്നത് കണ്ട. നമ്മൾ ഇത് സിംഗിൾ പെറ്റിലല്ല കേട്ടോ വരുന്നത് കണ്ട. നല്ല തിക്കായിട്ടുള്ള മൾട്ടി പെറ്റിലാണ് വരുന്നത്. വൈറ്റ് ആൻഡ് റോസ് മിക്സാണ്. പിന്നെ അതിൽ തന്നെ ലൈറ്റ് റോസ്, ലൈറ്റ് മീൻസ് കുറച്ച് ഡാർക്ക് കളറാണ്, തീരെ ലൈറ്റ് ഇല്ല. ഇതാണ് കുറച്ച് ലൈറ്റ് റോസ്, നല്ല ഡാർക്ക് റോസ് മൾട്ടി പെറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് വന്നിട്ടുണ്ട്. വൈറ്റ് എവിടെ നിന്ന് ഈ ഗ്രീൻ മിക്സിൻ്റെ ഉള്ളിൽ വൈറ്റ് വരും, നല്ല ഭംഗിയായിട്ട്. അതാണ് ഓൾമോസ്റ്റ് എല്ലാത്തിലും വൈറ്റ് ഒരു കോമൺ ആണ്. വൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലും യെല്ലോൻ്റെ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മൾട്ടി പെറ്റിലുള്ളതൊന്നും നമുക്ക് തന്നെ സിംഗിൾ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. ലാസ്റ്റ് വീക്കിലൊന്നും കഴിഞ്ഞ ഇയറിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരിക്കലും ഈ ഒരു ഈ മൾട്ടി പെറ്റിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ തന്നെ വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഓറഞ്ച് വരുന്ന ഓറഞ്ചിൽ മൾട്ടി പെറ്റിലാണ് കേട്ടോ. ഒരു ഓറഞ്ചും റോസും കളറ് ഷെയ്ഡ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള പെറ്റിലാണ് കേട്ടോ. ഇതിലപ്പോൾ വൈറ്റ്, യെല്ലോ, പിങ്ക്, പിന്നെ 2 മൾട്ടിപ്പിൾ ഷെയ്ഡ്, അങ്ങനെ 5 പ്ലാന്റാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. റേറ്റ് എല്ലാം സെയിം ആണ് വരുന്നത്, 2000 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.
പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.